എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വാസ്തവത്തിൽ എനിക്ക് ആ യേശുക്രിസ്തുവിനെ കുറിച്ച് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ പട്ടണത്തിൽ, ഈ മേഖലദേശത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ പേര് കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനോവേദന, നിങ്ങളുടെ കണ്ണുനീർ, ആരും എന്നെ സഹായിക്കാൻ ഇല്ലല്ലോ എന്ന നിങ്ങളുടെ തോന്നൽ, നിങ്ങളുടെ ഒറ്റപ്പെടുത്തലുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾ ക്ഷണിക്കാതെ തന്നെ കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്റെ ജീവിതത്തിലും ഞാൻ ക്ഷണിക്കാതെ തന്നെ യേശുക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ചിന്താഗതി, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, അതുകൊണ്ട് എനിക്ക് ഈ യേശുവുമായിട്ട് ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, കർത്താവ് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും, നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രസ്താവിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. മതത്തെക്കുറിച്ച് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞതാണ്, നിങ്ങൾ ഒരുവരെ മതത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതമല്ല, ക്രിസ്ത്യാനി എന്ന് പറയുന്നതും ഒരു മതമല്ല. മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ച. നമുക്കറിയാം, ഒരു പാട്ടുകാരൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ വക്താവല്ല, ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ ഭൂലോകത്തിലെ സകല മാനവരാശിയുടെയും രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് ചില മിനിറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ആരാണ്? സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ ഈ താണലോകത്തിലേക്ക് മനുഷ്യനായിട്ട് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. അപ്പോൾ യേശുക്രിസ്തു എന്നാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ താരലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ യേശു ലോകത്തിലേക്ക് വരികയും പാപത്താൽ പിടിക്കപ്പെട്ട അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനായിട്ടിടയായി തീർന്നു. പാപം ഇന്ന് നമുക്കറിയാം, അധർമ്മം പെരുകി വരികയാണ്. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും എന്തിനധികം പറയുന്നു, മനുഷ്യ കടത്തുകളും ഒക്കെ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് ലോകത്തിൽ വന്നു. അപ്പൊ ചോദിക്കും, വേറെ ആർക്കും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ലയോ? യേശുക്രിസ്തുവിന് മാത്രമേ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തുള്ളൂ? നിശ്ചയമായും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിന് കാരണം, ഒരു വ്യക്തിയുടെ പാപത്തെ ക്ഷമിക്കണമെങ്കിൽ,
പാപമില്ലാത്ത ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ.